എന്തുകൊണ്ടാണ് വില്ലാൻ സാഗ കണ്ട ഇതൊരു മാസ്റ്റർ പീസ് ആയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് സ്പോയിലേഴ്സ് ആണ്, അപ്പോൾ അത് സ്പോയിലേഴ്സ് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഈ വില്ലാൻ സാഗ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഐ ഹാവ് നോ എനിമീസ്. അത് ഈ ഒരു ആനിമിക്കകത്തിന് വന്ന എൻ്റെ അകത്ത് തോർഫിൻ പറയുന്ന ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇത് ആദ്യമേ തോർഫിനോട് പറയുന്നത് തോർസാണ്, അതായത് തോർഫിൻ്റെ അച്ഛൻ. അപ്പോൾ ഇത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം തോർസ് എത്രമാത്രം പ്രധാനമാണ് തോർഫിന്. അപ്പോൾ ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് കാണിക്കുന്നത് തോർഫിൻ്റെ പകി, അതായത് തോർഫിൻ്റെ അച്ഛൻ തോർസിനെ ആശ്ലത്തിന് പറഞ്ഞൊരു ഒരു വൈക്കിങ്ങിന് അറിയാം പുള്ളി കൊന്നു. അപ്പോൾ അതിവൻ്റെ മുന്നേ വെച്ചാൽ തോർഫിൻ്റെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആശ്ലത്തിന് പക റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ തോർഫിൻ നിൽക്കുന്നത് ഫസ്റ്റ് സീസണിൽ. അപ്പോൾ ആ ഒരു പ്രതികാര ചിന്തയിൽ ആശ്ലത്തിൻ്റെ കൂടെ അപ്പോൾ പുള്ളി പോകുന്ന ഓരോ സ്ഥലത്തും പുള്ളിനെ ഡുവലിനെ വിളിക്കും, 1v1. അപ്പോൾ നമുക്കറിയാം എന്താണെങ്കിലും തോർഫിനെ ഇപ്പം നിൽക്കുന്ന സ്റ്റേജിൽ ഒരിക്കലും ആശ്ലറ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നറിയാം. പക്ഷേ ഫസ്റ്റ് സീസണിൽ നമുക്ക് കാണുമ്പോൾ പക്ക കലിപ്പ് പോകുന്നു ആശ്ലത്തിനോട്. കാര്യം നമ്മൾ ആ ഒരു ഇമോഷൻ നമുക്ക് ആ തോർസിനെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷന് വന്ന് പുള്ളി അങ്ങ് കൊണ്ടുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ ബോണ്ട് തോന്നും. അപ്പോൾ നമുക്കും ഫസ്റ്റ് സീസണിൽ പുള്ളിയോട് പക തോന്നും. പക്ഷേ സെക്കൻഡ് സീസണിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും, മറ്റേ ഈ പുള്ളിയുടെ ആശ്ലറ്റിൻ്റെ ബാക്ക് സ്റ്റോറി ആയിരിക്കും നമുക്ക് മനസ്സിലാവും പുള്ളി എങ്ങനെ ഇതുപോലത്തെ ക്യാരക്ടറായി മാറിയാണ്. പിന്നെ വേറെ രീതി പറയുകയാണെങ്കിൽ ആശ്ലറ്റ് ഇപ്പോൾ ഈവൻ തോർഫിൻ്റെ അച്ഛനെ കൊന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ 10-11 വർഷം, അതായത് തോർഫിൻ ഈ വളർന്നു തന്നെ ഒരു 10-11 വർഷത്തോളം തോർഫിനെ ഇൻഡർലി ആശ്ലറ്റ് ഗൈഡ് ചെയ്യായിരുന്നു. മറ്റേ എന്താ പറയുക, എല്ലാ ഏരിയയിലും മെൻ്റലി പറയാൻ, പക്ഷേ ഈ വെപ്പണറിയിൽ ഭയങ്കര സ്കില്ല് ആക്കി മാറ്റിയത് ആശ്ലത്തിൻ്റെ ഒരു ഇത് കാരണം പുള്ളി ഇങ്ങനെ ഓരോ ഇതിനൊക്കെ വിടുന്നു. പുള്ളി മാനിപ്പുലേറ്റ് ചെയ്ത് വിടുന്നു. എന്നാലും ഒരു ഇൻഡയറക്റ്റായിട്ട് പുള്ളി ആശ്ലത്ത് തോർഫിനെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ കനൂറ്റ് എന്ന് പറഞ്ഞൊരു പ്രിൻസിനെ കാണാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സീസണിൻ്റെ അകത്താണെങ്കിൽ തോർഫിന് വെച്ചാൽ ഭയങ്കര ഒരു എന്നാ പറയുക, ഈ അറ്റാക്ക് നല്ല റിവെഞ്ച് എൻ്റെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വരുന്നതിൽ തന്നെ തീർക്കാൻ ആ ടൈപ്പ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിന് മുന്നിൽ നേരെ എൻ്റെ ഓപ്പോസിറ്റ് വയലൻസിനോട് ഒരു താല്പര്യമില്ലാത്ത ഒരാൾ ആണ് കനൂറ്റ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സീസണിൽ നമുക്ക് തോന്നുമ്പോൾ തോർഫിൻ ഭയങ്കര കോൾഡ് ബ്ലഡഡ് മനുഷ്യനാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീസൺ തീരാറാകുമ്പോൾ ഈ മറ്റേ കനൂറ്റ് ആശ്ലറ്റിനെ കൊല്ലുന്ന സീനുണ്ടല്ലോ, മറ്റേ മറ്റേ ഒരു ആശ്ലറ്റ് അവിടെയുള്ളവരുമായിട്ട് ഫൈറ്റ് എടുത്തിട്ട് മനസ്സിലായില്ല, മറ്റേ അവിടെയുള്ളവരെ ടെംപ്റ്റ് ചെയ്ത് വഴി തിരിച്ചു വിട്ട് പുള്ളി സാക്രിഫൈസ് ചെയ്യില്ല. അത് ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് കത്തില്ലായിരിക്കും. അങ്ങനെ ഒരു ഇത് ചെയ്ത ടൈമിൽ കനൂറ്റാണ് ആശ്ലറ്റിനെ കൊണ്ടത്. അപ്പോൾ ഇത് തോർഫിൻ കണ്ടുകൊണ്ട് ഇത്ര നാൾ തോർഫിൻ്റെ എയിമെന്ന് വെച്ചാൽ അല്ല മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ ഫുൾ ആശ്ലറ്റിനെ വകവരുത്തുക, റിവെഞ്ച് എടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് തോർഫിൻ ഇത്രയും കാലം നിന്നത്. പക്ഷേ പെട്ടെന്ന് ആശ്ലത്ത് പോയപ്പോൾ പുള്ളിക്ക്, അതായത് തോർഫിന് വലിയ എയിമില്ല. കാര്യം പുള്ളി ഇത്ര നാൾ നിന്നതെന്ന് വെച്ചാൽ റിവെഞ്ച് എടുക്കാൻ വേണ്ടി. പക്ഷേ ഇത് ഇപ്പോൾ റിവെഞ്ച് എടുക്കാൻ ആളില്ലല്ലോ. അപ്പോൾ തോർഫിനാണ് വേറെ വഴിയില്ലാണ്ട് ഒരു ഇതില്ലാണ്ട് നിൽക്കുക. അങ്ങനെ കനൂറ്റ് തോർഫിന് സ്ലേവായിട്ട് ഇതായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇതിലാണ് സീസൺ 2-ൻ്റെ അകത്ത് എന്നാ പറയുക, കിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാം ലാൻഡ് ഓണർ തോർഫിനെ മേടിച്ചത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നിട്ട് കെറ്റലിൻ്റെ അണ്ടറിൽ നമ്മുടെ തോർഫിൻ പണിയെടുത്തോണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് മറ്റേ കെറ്റൽ ഐനറിനെയും കൂടെ മേടിച്ചുകൊണ്ട് വന്നത് സ്ലേവിൽ നിന്ന്. അപ്പോൾ സ്ലേവ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ തോർഫിൻ ആ ഒരു ടൈമിൽ ഭയങ്കര എന്നാ പറയുക ഡിപ്രഷൻ എന്ന് പറയുന്നതിനേക്കാളും എന്നാ പറയുക കുറേ കൂടെ പുള്ളിക്കാണെങ്കിൽ ഒരു ലൈഫിന് പർപ്പസ് ഇല്ലാത്ത പോലത്തെ ഒരാളായിപ്പോയി. സോൾ പർപ്പസ് ഒന്നും ഇല്ലാണ്ട്
ജീവൻ മാത്രമുള്ളൊരു ശരീരം ഇങ്ങനെ പണിയെടുത്ത് പോകുന്ന ആ ഒരു ടൈപ്പ് ഇതായിരുന്നു. അപ്പോൾ ഐനർ വന്ന് പതിയെ പതിയാണ് തോർഫിനെ മാറ്റിയെടുത്തത്. കാര്യം ആ ഒരു ഫാമിങ് ആൾക്കാർക്കൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് പേര്. അപ്പോൾ ആ ഒരു ഇതിൽ തോർഫിനെ ഐനർ കുറേ ഹെൽപ്പ് ചെയ്ത് തോർഫിൻ്റെ ക്യാരക്ടർ മാറ്റിയെടുത്തിട്ടുണ്ട്. കാര്യം അത്രയ്ക്കൊരു ഇമോഷൻ ഇല്ലാത്ത രീതിയിൽ നിന്ന് പതിയെ പതിയെ തോർഫിന് ഇമോഷൻസ് കൊണ്ടുവന്ന് മറ്റേ അതിനകത്ത് ആ ഒരു ചില സീനൊക്കെ ഇല്ലേ, തോർഫിൻ കൃഷി ചെയ്യാൻ പഠിക്കുന്ന അതിനെക്കുറിച്ച് ക്യൂരിയസ് ഒക്കെ ആവുന്ന സീനില്ല, അതൊക്കെ ഭയങ്കര ഒരു ഇതാ. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ചിങ്ങനെ പോകുന്നവർക്ക് മറ്റേ കനൂറ്റ് നമ്മുടെ കെറ്റിലിൻ്റെ ഫാം വേണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ വരാനടുത്ത് അതറിയാലോ. അപ്പം അങ്ങനെ നിൽക്കാനടുത്ത് തോർഫിൻ അവരുടെ എന്നാ പറയുക ആൾക്കാരുടെ പടയാളികൾ അല്ലാതെ ആൾക്കാരുണ്ടല്ലോ, ജോംസ് വൈക്കിങ്സും പിന്നെ അവിടുത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്ന അങ്ങോട്ട് തോർഫിൻ പോകുന്നുണ്ടല്ലോ, എന്നാ പറയുക കനൂറ്റിനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇവിടുന്ന് യുദ്ധമൊന്നും ഉണ്ടാക്കാണ്ട് പോകണം അങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറയാനെടുത്ത് തോർഫിൻ അവിടെ നിന്നിട്ട് അവിടുത്തെ ഒരാളുമായിട്ട് ഭയങ്കര പവറുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരായിട്ടൊരു ചലഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ഒരു ചലഞ്ച് ഇടുന്നുണ്ട്, ഇവൻ്റെ 100 ഇടി നീ ഏറ്റിട്ട്, അതായത് ഇവൻ്റെ 100 ഇടി നീ കൊണ്ടിട്ട് നേരെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ നിന്നെ അതായത് പ്രിൻസ് കനൂറ്റിനെ കാണിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തോർഫിനാണെങ്കിൽ ആ സമയത്ത് ആ 100 അടിയും കൊള്ളാൻ നിൽക്കണം. അപ്പോൾ ഒരു 32 അടിയിൽ അങ്ങാണ്ട് ഷാർക്ക് വരും, അറിയാലോ. ഷാർക്കും പോട്ടെ, സ്നേക്ക് വരും. അപ്പോൾ സ്നേക്ക് വന്നിട്ട് പെട്ടെന്ന് തോർഫിനോട് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇപ്പോൾ ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ തോർഫിൻ പറയും, ഇപ്പോൾ അതിനു മുമ്പ് സ്നേഹിക്കാനെ ചോദിക്കും, ഇപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സറണ്ടർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സംസാരിച്ച് തീർക്കാനാണെങ്കിൽ ഇത് പണ്ടേ തീരേണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തോർഫിൻ പറയുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തോർഫിൻ്റെ അവിടുത്തെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാകുന്ന കാര്യം, ഫസ്റ്റ് സീസണാണ് ഇത്രയും ദേഷ്യത്തിൽ നിന്ന ഒരാൾ ആ ഒരു മെയിൻ റീസണായിട്ടുള്ള ആളില്ലാണ്ടായപ്പോൾ ഒരു എംറ്റി മനുഷ്യനായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ കെറ്റിലിൻ്റെ ഫാമിൽ പണി ചെയ്യുന്ന ടൈമിൽ എന്നാ പറയുക, തോർഫിന് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി, കുറ്റബോധം തുടങ്ങി ഇത്ര നാൾ ചെയ്തതിൻ്റെ. അപ്പോൾ അതിനെ തുടർന്നാണ് തോർഫിൻ്റെ ക്യാരക്ടർ മൊത്തം മാറാൻ തുടങ്ങി. ആ ഒരു ടൈമിലാണ് ഇവൻ്റെ അച്ഛൻ പറഞ്ഞത്, തോർഫിൻ യു ഹാവ് നോ എനിമീസ്. ഫസ്റ്റ് സീസണിൻ്റെ അകത്ത് തോർഫിനോട് പറയുന്നത് ഇപ്പോഴാണ് തോർഫിന് റിയലൈസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കി തുടർന്ന് അത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് തോർഫിൻ അവരോട് പറയുന്നത് ഐ ഹാവ് നോ എനിമീസ്. ഇവിടെ ഇതിപ്പോൾ ഈ ഒരു തോർഫിൻ്റെ ഒരു വാക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വാക്ക് നമുക്ക് പറയാം, പക്ഷേ കുറേ കൂടെ ആ ഒരു ഫിലോസഫി ഇത് നമുക്ക് തോർഫിൻ്റെ ഈ ഒരു സെക്കൻഡ് സീസണിൽ നമുക്ക് കുറേ കൂടെ ഒരു പാസിഫിസ്റ്റ് അല്ലെ സ്റ്റോയിസിസം ഈ രണ്ടും കൂടെ ഉള്ള പോലെ എന്ന് വേണം പറയാം. അപ്പോൾ ഇതിൽ നമുക്കും വേണം ഒരു അഡാപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളാണെങ്കിൽ ചില ചെറിയ ചെറിയ റീസൺസ് അല്ലെ വേറെ എന്തെങ്കിലും റീസൺസിനാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും മനുഷ്യർ, അത് എന്താണെങ്കിലും സ്വാഭാവികം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ആനിമി പറയുന്ന പ്രകാരം അല്ലെങ്കിൽ തോർഫിൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിലും ഐ ഹാവ് നോ എനിമീസ് നമുക്കൊരു ഇൻസ്പയറിങ് അല്ല, ഒരു നല്ലൊരു കാര്യമാണ്, നമുക്ക് റിയൽ ലൈഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. തോർഫിൻ്റെ ഒരു കൈൻഡ്നെസ്സും ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്ന നിലയിൽ സഹജീവികളോടല്ല മറ്റ് മനുഷ്യരോട് നമുക്ക് കാണിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കൈൻഡ്നെസ്. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ സംഭവം. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ചെറിയ കാര്യത്തിനൊക്കെ ആയിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നത് വേറെ ആൾക്കാരുമായിട്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ പക ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കായിരിക്കും ചിലപ്പോൾ അവർ തടയിടുന്നത്. അത് ചിലവരുടെ ലൈഫിൽ അത് ഉണ്ടായി കാണുമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ വയലൻസ് അല്ലെങ്കിൽ
ഇതിനെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ പരമാവധി ഒരു കാമാൻ ഇതിൽ നിൽക്കുക എന്ന് വെച്ച് ഇതിപ്പോൾ ആനിമി ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കറിയാം ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ചെയ്യാൻ നോക്കിയാലും അതിന് ഇതായിട്ട് നമ്മുടെ ദേഷ്യം ഇതെല്ലാം പുറത്ത് വരുമെന്ന് അറിയാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഇപ്പോൾ നമ്മളാണ് ഭയങ്കര പെട്ടെന്ന് ഇതാവുന്നുണ്ടല്ലോ, ദേഷ്യപ്പെടുന്നു, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ പതിയെ ഒന്ന് ഇത് മാറ്റാൻ ശ്രമിക്കുക. അതായത് ഈ വേണ്ട സിറ്റുവേഷന് മാത്രം അവിടെ ഇത് മാത്രം മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ റിയേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറയുക, കാമായിട്ടല്ല ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാണ്ട് അത് സോൾവ് ചെയ്ത് വിടാനാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ഈ ചെറിയ ചെറിയ കാരണത്തിന് നമ്മളങ്ങനെ ഇമോഷണലി ഭയങ്കര ഫസ്ട്രേറ്റഡ് ആവേണ്ട കാര്യമില്ല. ഇത് സോൾവ് ചെയ്യുന്ന കാര്യമാണ് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ അതായത് പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമാണ് അത് പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ എന്നാ പറയുക, ഒട്ടും നമുക്ക് ഇങ്ങനെ ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇതായിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പ്രൊവോക്ക് ചെയ്യാതിരുന്നിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ. നമ്മളെ ഒരുപാട് ഇങ്ങനെ പ്രൊവോക്ക് ചെയ്താൽ മാത്രം, അതായത് ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. എന്നാലും ഇതൊരു ഫൈനൽ ട്രംപ് കാർഡ് ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്, ഒരു വഴിയില്ലാണ്ട്. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മനസ്സിലാവും ഇവിടെ റിയാക്ട് ചെയ്യേണ്ട ഏത് രീതിയിലാണ്, ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്കറിയാലോ. അപ്പോൾ ആ രീതിയിൽ റിയാക്ട് ചെയ്യുക. മാക്സിമം കാം ആൻഡ് പീസ്ഫുൾ മൈൻഡായിരിക്കും മിക്കവർക്കും നല്ലത്. ആർക്കും അയാൾക്കും ഒരു ഉപദ്രവവും ഇല്ലാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വില്ലൻ സാഗ കണ്ടതിൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് വില്ലൻ സാഗ കണ്ടതിനെ കുറിച്ച് ഉള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് രേഖപ്പെടുത്താനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.